ഹലോ എവ്രി വൺ, വെൽക്കം ടു CWJ മലയാളം ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് IDBI എക്സിക്യൂട്ടീവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുടെ ഡിസ്കഷൻ ആണ്, റീസണിങ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹാഫ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് 27 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതാണ്. ഇനി 27 to 50 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സെഷനിലോട്ടേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇൻഇക്വാലിറ്റീസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് കൺക്ലൂഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് സെറ്റ് ലെസ് ദാൻ ആറും, സെക്കൻഡ് എന്ന് പറയുന്നത് ജെ ഗ്രേറ്റർ ദാൻ പി ആണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുക സെറ്റ് ലെസ് ദാൻ ആർ ആണോ എന്ന്. ഓക്കെ, ഇത് സെറ്റും ആറും തമ്മിലുള്ള റിലേഷനാണ്. സെറ്റ് ഇവിടെയാണ്, ആർ ഇവിടെയാണ്, പക്ഷേ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ഇത് ഫോളോ ചെയ്യില്ല. സോ സെക്കൻഡ് വൺ ജെ ഗ്രേറ്റർ ദാൻ പി ആണോ നോക്കുക. സോ ജെ ഇവിടെ ഗ്രേറ്റർ ആണ്, ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്, പക്ഷേ ഇവിടെ എന്താണ് ലെസ് ദാൻ ആണ്. അപ്പം എന്താണ് ഓപ്പോസിറ്റ് സിമ്പിൾസ് വന്നു. ഇവിടെ ലെസ് ദാനും ഇവിടെയൊക്കെ ഗ്രേറ്റർ ഈക്വൽ ടു ആണ്. അപ്പം ജെയും പിയും ജെയുടെയും പിയുടെയും ഇൻ ബിറ്റ്വീനിൽ ഓപ്പോസിറ്റ് സൈൻസ് വന്നുകൊണ്ട് എന്ത് ചെയ്യില്ല, ഇതൊരിക്കലും ഫോളോ ചെയ്യില്ല. ഓക്കെ, സോ വിച്ച് ഇസ് വാട്ട് ഇസ് ആൻസർ? neither conclusion 1 no 2 is the answer. Neither is the answer. So next question. m less than k. m ഇവിടെയാണ്, m ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെയാണ്. പിന്നെ എമ്മിനെയും കെയിനെയും കണക്ട് ചെയ്യുന്നത് ആരാണ്? ബി ആണ്. സോ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ് ആൻഡ് ബി ലെസ് ദാൻ കെ ആണ്. സോ എന്തായാലും എന്താണ് എം ലെസ് ദാൻ കെ ഫോളോ ചെയ്യും. ഓക്കെ, എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആൻഡ് ലെസ് ദാൻ കെ എന്ന് പറയുമ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ റീഡ് ചെയ്യേണ്ടത്? ലെസ് ദാൻ എന്നാണ് റീഡ് ചെയ്യേണ്ടത്. സോ എം ലെസ് ദാൻ കെ follows. Okay, so next one d less than a. d ഇവിടെയാണ്, a ഇവിടെയാണ്. അപ്പോൾ ഡിനെയും എനെയും കണക്ട് ചെയ്യുന്നത് ആരാണ്? ബി ആണ്. സോ ഡി ഈസ് ലെസ് ദാൻ ബി ആണ്. സി ഈസ് ഈക്വൽ ടു ബി അല്ലേ? അപ്പോൾ ഡി ഈസ് ലെസ് ദാൻ ബി ആണ് ആൻഡ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. അതായത് ഇവിടെ കണ്ടില്ലേ, ബി ഇസ് ഈക്വൽ ടു സി ഗ്രേറ്റർ ദാൻ ഡി. അതെന്താണ്? ബി ഇസ് ഈക്വൽ ടു സി. അപ്പോൾ ബി എന്ന് തന്നെ വായിക്കാം. ബി ഗ്രേറ്റർ ദാൻ ഡി എന്ന് പറഞ്ഞാൽ ഡി ലെസ് ദാൻ ബി ആണ്. ഡി ലെസ് ദാൻ ബി ആണ്. പിന്നെ ഇവിടെ എന്താണ്? ബി എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ബി ലെസ് ദാൻ, തിരിച്ച് വായിക്കുമ്പോൾ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണ്. അപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ എന്നാണ് വായിക്കേണ്ടത്. സോ ഡി ലെസ് ദാൻ എ ഫോളോസ്. സോ എന്താ ആൻസർ? ബോത്ത് കൺക്ലൂഷൻ 1 and 2 follows is the answer. So next 30th question. ഇ ലെസ് ദാൻ എസ് ആണ്, പക്ഷേ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഗ്രേറ്റർ ആണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ കൺക്ലൂഷൻ എന്താണ്? ഇ ലെസ് ദാൻ എസ് ആണ്. പക്ഷേ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഇ കഴിഞ്ഞിട്ടുള്ള സൈൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ്. അപ്പോൾ തന്നെ എന്ത് ചെയ്യില്ല, ഇത് ഫോളോ ചെയ്യില്ല. ബാക്കി നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ടി ലെസ് ദാൻ എഫ് ആണ്. ടി ലെസ് ദാൻ എഫ്. ഇവിടെ നോക്ക്, ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആണ് ആൻഡ് ജി ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് ആണ്. ജി ഈസ് ഈക്വൽ ടു എഫ് ആണ്. സോ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എന്നാണ് വന്നിരിക്കുന്നത്. എന്താ വന്നിരിക്കുന്നത്? ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആണ്. അല്ലാതെ ടി ലെസ് ദാൻ എഫ് എന്ത് ചെയ്യില്ല, ഫോളോ ചെയ്യില്ല. ഓക്കെ, ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആണ്, അല്ലാതെ ടി ലെസ് ദാൻ എഫ് എന്ന് ഡെഫിനറ്റ് ആയിട്ട് ഫോളോ ചെയ്യില്ല. സോ എന്താ ആൻസർ? neither conclusion 1 no 2 follows. സോ നെക്സ്റ്റ് വൺ ആർ ലെസ് ദാൻ പി ആണ്. ആർ ലെസ് ദാൻ പി. ആർ ഇവിടെ ലെസ് ദാൻ ആറിനെയും ഓക്കെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആറും ഇവിടെയാണ്, പി ഇവിടെയാണ് അല്ലേ? ഇവർ തമ്മിലുള്ള സൈൻസ് എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ഒന്ന് ഗ്രേറ്ററും ഒന്ന് പി ഗ്രേറ്റർ ദാൻ ക്യൂവും ഒന്ന് ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അതായത് ഇൻ ബിറ്റ്വീൻ എന്താണ്? ഓപ്പോസിറ്റ് സൈൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യില്ല, ഇത് ഫോളോ ചെയ്യില്ല. മനസ്സിലാവുണ്ടോ? അതായത് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ, പിന്നെ ക്യൂ ലെസ് ദാൻ പി ആണ് വരുന്നത്, ഓപ്പോസിറ്റ് സൈൻസ് ആണ് വരുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്യില്ല. പിന്നെ ക്യൂ ലെസ് ദാൻ ടി പറയുമ്പം ക്യൂവിനും ടി ഇവിടെ കണ്ടോ സ്റ്റേറ്റ്മെൻറ്റ്? ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിനെ രണ്ടിനെയും ലെസ് ദാൻ തന്നെ ആയിട്ടാണ് വായിക്കുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിനും ലെസ് ദാൻ തന്നെയാണ് വായിക്കുക. സോ ക്യൂ ലെസ് ദാൻ ടി ഫോളോസ്. ഓക്കെ, അപ്പോൾ ഇൻഇക്വാലിറ്റീസ് ഇത്ര എന്താ ഈസി ആയിട്ട് ചെയ്യാൻ അറിയാത്തവർ എന്ത് ചെയ്യുക, എൻ്റെ ബേസിക്സ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്, ഇൻഇക്വാലിറ്റിയുടെ ബേസിക് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും കാണുക. ഓക്കെ, സോ ക്യൂ ലെസ് ദാൻ ടി ആണ്. സോ ഓൺലി conclusion 2 follows is the answer. B. Only conclusion 2 follows. So next one. J less than L ആണോ നോക്കുക. പക്ഷെ ജെയുടെ
സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ എന്താണ് സ്റ്റാർട്ടിങ് ജെ ഗ്രേറ്റർ ആണ്. അപ്പോൾ എന്തെങ്കിലും ഇത് ഫോളോ ചെയ്യില്ല. പിന്നെ പറയുന്നത് എം ഗ്രേറ്റർ ദാൻ ജെ. എം ഗ്രേറ്റർ ദാൻ ജെ. ജെ എവിടെയാണ്? ഇവിടെയാണ്. പക്ഷെ നോക്കൂ, ജെയുടെയും ഇത് ജെ ആണ്, ഇത് എം ആണ്. ഇൻ ബിറ്റ്വീനിലൊക്കെ എന്താ? ഇവിടെ ഓപ്പോസിറ്റ് സൈൻസ് ആണ്. കണ്ടോ? ഓപ്പോസിറ്റ് സൈൻസ് ആണ്. ഒന്ന് ഇങ്ങനെയും ഒന്ന് ഇങ്ങനെയുമാണ്. അപ്പോൾ എന്തെയില്ല, ഇത് ഫോളോ ചെയ്യില്ല. സോ ആൻസർ ഇസ് neither conclusion 1 no 2 follows. Okay, so next one linear seating arrangement ആണ്. എല്ലാവരും എന്താണ്? ഫേസിങ് നോർത്ത് ആണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നോക്കുക. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് പെട്ടെന്ന് വായിച്ചു നോക്കുക. അപ്പം ഇതിലെന്തെങ്കിലും ഹിൻറ്റ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലെന്താണ്? എല്ലാവരും ഫേസിങ് നോർത്ത് ആണ്. പിന്നെ എത്ര ആൾക്കാരാണ്? 6 people ആണ്. 6 ആൾക്കാർ എല്ലാവരും ഫേസിങ് നോർത്ത്. അപ്പോൾ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ വേഗം ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, എത്ര ആൾക്കാരാണ്? 6 ആണ്. 1 2 3 4 5 6. എല്ലാവരും ഫേസിങ് നോർത്ത് ആണ്. പിന്നെ പറയുന്നത് ക്യൂ ഈസ് സിറ്റിംഗ് അറ്റ് വൺ ഓഫ് ദ എൻഡ് ഇൻ ദ റോ. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ ലെഫ്റ്റ് സൈഡ് ആവാം അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ആവാം. കാരണം ക്യൂ എന്ന് പറയുന്നത് എൻഡാണ്, റോ എൻഡിലാണ് ക്യൂ ഇരിക്കുന്നത്. പക്ഷെ പറയുന്നുണ്ട്, ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, കെ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ക്യൂ എന്നാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ ക്യൂവിനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങോട്ടേക്ക് ആരും ഇല്ലല്ലോ. അപ്പം ഇവിടെയാണ് ക്യൂ എങ്കിൽ ക്യൂയുടെ സെക്കൻഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ ആരുമില്ല. ഇവിടെ ക്യൂ എൻഡ് ഓഫ് ദ റോ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ക്യൂവിനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇവിടെ മാത്രം ഒരു എൻഡിൽ നിന്നാണ്, ഏത് എൻഡിൽ നിന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ആ എൻഡിൽ, ലെഫ്റ്റ് എൻഡിലല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും ക്യൂ. ഓക്കെ, ക്യൂയുടെ ലെഫ്റ്റിൽ സെക്കൻഡ് ലെഫ്റ്റ് ആണ് ആര്? കെ. അപ്പോൾ ഇവിടെയാണ് കെ ഉണ്ടാവുക. ഓക്കെ, ഇത് ഫസ്റ്റ് ലെഫ്റ്റ്, ഇത് സെക്കൻഡ് ലെഫ്റ്റ് ക്യൂവിൻ്റെ. ഓക്കെ, ഇനിയുള്ളത് 3 people ആർ സിറ്റിംഗ് ബിറ്റ്വീൻ എം ആൻഡ് ക്യൂ. എമ്മിൻ്റെയും ക്യൂവിൻ്റെയും ഇൻ ബിറ്റ്വീനിൽ 3 ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയാണ് എം ഉണ്ടാവുക. ഓക്കെ, ഇൻ ബിറ്റ്വീൻ 1 2 3 ആണ്. നെക്സ്റ്റ് വൺ, ഓൺലി 1 people ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ പി ആൻഡ് എൽ ഹു ഈസ് നോട്ട് ദ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എം. അതായത് എൽ എന്ന് പറയുന്നത്, അതായത് ഒരാളാണ് പിൻ്റെയും എല്ലിൻ്റെയും ഇൻ ബിറ്റ്വീന്. ഓക്കെ, പിൻ്റെയും എല്ലിൻ്റെയും ഇൻ ബിറ്റ്വീന്, പിൻ്റെയും എല്ലിൻ്റെയും ഇൻ ബിറ്റ്വീൻ ഒരാളാണ് എൽ ഹൂ ഈസ് നോട്ട് ദ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എം. അതായത് എമ്മിൻ്റെ ഇമ്മീഡിയറ്റ് നൈബർ ആരാവരുത്? എൽ ആവരുത്. അങ്ങനെയാണെങ്കിൽ എമ്മിൻ്റെ ഇമ്മീഡിയറ്റ് നൈബർ എന്ന് പറയുമ്പം ഇത്, അതേപോലെ ഇതും എന്താണ്? എമ്മിൻ്റെ ഇമ്മീഡിയറ്റ് നൈബറാണ്. ആ രണ്ടെണ്ണം, ഒന്ന് ലെഫ്റ്റ് ഒന്ന് റൈറ്റ്. അപ്പോൾ ആ രണ്ട് സ്ഥാനത്തും ആരുണ്ടാവാൻ പാടില്ല? എൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഇവിടെ മാത്രമേ ചാൻസ് ഉള്ളൂ എൽ ഉണ്ടാവാൻ, അല്ലേ? പക്ഷേ പിയും എല്ലും ഇൻ ബിറ്റ്വീൻ ഒരാളാണ്. അപ്പോൾ ഇവിടെയാണ് പി എന്ന് മനസ്സിലായി. ഓക്കെ, സോ ഇവിടെയാണ് പി എന്ന് മനസ്സിലായി. പിയും എല്ലും ഇൻ ബിറ്റ്വീൻ ഒരാളാണ്. പിന്നെ ആരാ ബാക്കിയുള്ളത്? പി ക്യു ആർ. ആറാണ് ബാക്കിയുള്ളത്, അല്ലേ? സോ ആർ എം പി കെ എൽ ക്യു. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ആർ? ഹു ഈസ് ദ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ആർ? ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ആർ ആരാണ്? എം ആണ്. എം ഈസ് ദി ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു എം ദ ഫോളോയിങ് ഈസ് സിറ്റിംഗ് തേർഡ് റൈറ്റ് ഓഫ് പി? തേർഡ് റൈറ്റ് ഓഫ് പി ആരാണ്? 1 2 3 ക്യൂ ആണ്. തേർഡ് റൈറ്റ് ഓഫ് പി ഈസ് ക്യൂ. ക്യൂ ഈസ് ദി ആൻസർ. Who among the following is the immediate neighbor of both M and K? എമ്മിൻ്റെയും കെൻ്റെയും ഒരുമിച്ച് രണ്ടുപേരുടെയും ഇമ്മീഡിയറ്റ് നൈബർ ആരാണെന്നാണ് ചോദിച്ചത്. എമ്മിൻ്റെയും കെൻ്റെയും ആരാണ്? ബോത്ത് എം ആൻഡ് കെൻ്റെ ഇമ്മീഡിയറ്റ് നൈബർ എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻ ബിറ്റ്വീനിലുള്ള ആളായിരിക്കുമല്ലോ. നോക്ക്, ഇവിടെ എം, ഇവിടെ കെ. അപ്പോൾ രണ്ടുപേരുടെ ഇമ്മീഡിയറ്റ് നൈബർ ആരാണ്? പി ആണ്. നടുവിലുള്ള പി ആണ്. സോ ആൻസർ ഇസ് പി. Who among the following is sitting immediate left of R? Immediate left of R, തൊട്ട് ലെഫ്റ്റ് ആരാണ്? ആരുമില്ല. ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ എം ഉണ്ട്. ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ആർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. No one. No one is the answer. So next one, 4 of the following 5 pair are same way and hence form a group. അതിൽ odd one out. ഓക്കെ, ഓഡ് വൺ ഔട്ട് കാണാനാണ് പറഞ്ഞത്. ആർ കെ ഓക്കെ, 6 കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ടാണ് കെ ഉള്ളത്. അതൊരു അറേഞ്ച്മെൻ്റ് ആണ്. രണ്ടാമത്തത് എം കെ എങ്ങനെയാണ്? എം കഴിഞ്ഞിട്ട് ഒരാൾ കഴിഞ്ഞിട്ടാണ് കെ. നെക്സ്റ്റ് വൺ കെ ക്യു ആണ്.
കെ കഴിഞ്ഞിട്ട് ഒരാൾ കഴിഞ്ഞിട്ടാണ് ക്യൂ. അപ്പോൾ ബാക്കിയെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആർ കെ മാത്രമാണ് 2 കഴിഞ്ഞിട്ട് എന്ന് മനസ്സിലായി. ഇത് മാത്രം എന്താണ് 6 കഴിഞ്ഞിട്ട് 2 ആൾക്കാർ കഴിഞ്ഞിട്ടാണ് കെ ഉള്ളത്. ഓക്കെ, പക്ഷേ എമ്മിൻ്റെ ഒക്കെ ആണെങ്കിൽ എം കഴിഞ്ഞിട്ട് ഒരാൾ കഴിഞ്ഞിട്ടാണ് കെ ഉള്ളത്. അതേപോലെ കെ കഴിഞ്ഞിട്ടും ഒരാൾ കഴിഞ്ഞിട്ടാണ് ക്യൂ ഉള്ളത്. ഇനിയിപ്പോൾ പി എല്ലും നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ പി കഴിഞ്ഞിട്ട് കെ കഴിഞ്ഞിട്ടാണ് എൽ ഉള്ളത്. അപ്പോൾ ഇതിൽ ഓഡ് വൺ ഔട്ട് ആരാണ്? ആർ കെ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ കോഡിംഗ് ആണ്. സോ വാട്ട് ഇസ് ദ കോഡ് ഓഫ് ഗോൺ ആസ് പെർ ദി ഗിവൺ കോഡ് ലാംഗ്വേജ്? ഗോണിൻ്റെ കോഡ് എന്താണ്? അപ്പോൾ ഗോൺ എവിടേക്കാണ് ഉള്ളത്? ഇവിടെ ഗോൺ ഉണ്ട്, ഇവിടെ ഗോൺ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത് ആരാ നോക്കുക. പിന്നെ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഒരു വേർഡും കോമൺ ഉണ്ടോ നോക്കുക. ഓക്കെ, വിൻ്റർ സീസൺ ആർ ഗോണും ബോറിംഗ് ഫീൽ ആർ ഗോണും. അപ്പോൾ ആറും കോമൺ ആണ്, ഗോണും കോമൺ ആണ് ഈ 2 സെൻറ്റൻസിലും. ഓക്കെ, 2 സെൻറ്റൻസിലും ആർ ഗോണും കോമൺ ആണ്. അപ്പോൾ നമുക്ക് നോക്കണം ഇതിനകത്ത് അതും 6 ഗോണും വേറൊരു സെൻറ്റൻസിലും ഇല്ല, 6 വേറൊരു സെൻറ്റൻസിലും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എക്സാക്റ്റ് ആയിട്ട് ഗോൺ ഇതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം 6ഉം ഗോണും എന്താണ് സെക്കൻഡ് സെൻറ്റൻസിലും 4th സെൻറ്റൻസിലും കോമൺ ആണ്. മനസ്സിലാവുന്നുണ്ടോ? 6 വേറൊരു സെൻറ്റൻസിലും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ആ 3 ആ ഒരു കോഡാണ് 6ൻ്റെ കോഡ് എന്ന് പറയാം. പക്ഷേ ഈ 2 മാത്രമാണ് 6ഉം ഗോണും കോമൺ ആയിട്ടുള്ളത്. സോ നമ്മൾക്ക് ഈ സെൻറ്റൻസ് നോക്കുക. ജെ കെ എച്ച് എൻ ടി ആർ വി ബിയും ആർ ഡി ജെ കെ വി ബി എ സെറ്റും. ഇതിനകത്ത് ജെ കെ കോമൺ ആണ്. പിന്നെ ഇതിനകത്ത് ഏതാണ്? വി ബിയും കോമൺ ആണ്. അപ്പോൾ അത് ഒന്നെങ്കിൽ 6 ആവാം അല്ലെങ്കിൽ ഗോൺ ആവാം. ഇതിൽ ഏതാണെന്ന് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. സോ വാട്ട് ഇസ് ആൻസർ? ഇവിടെ ജെ കെ ഉണ്ട്, ഇവിടെ വി ബി ഉണ്ട്. സോ ഐദർ എ ഓ സി ഇസ് ദി ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് ദ കോഡ് ഓഫ് ഇസ് ആസ് പെർ ദി ഗിവൺ കോഡ് ലാംഗ്വേജ്? ഇസിൻ്റെ കോഡ് എന്താണ്? ഈസ്. സമ്മർ സീസൺ ഇസ് ബോറിംഗ്. പിന്നെ വരുന്നത് എവിടെയാണ്? അവിടെ മാത്രമുള്ള ഏതോ ഒരു കോഡാണ്. മനസ്സിലായോ? അപ്പോൾ അതിനകത്ത് നോക്കുമ്പം എം എൻ ഒക്കെ പക്ഷേ ഇതാ ഇവിടെ ഉണ്ട്. അതേപോലെ എം എൻ ഇവിടെ ഉണ്ട്, അതേപോലെ എച്ച് എൻ ഇവിടെ ഉണ്ട്, പിന്നെ ഇതാ ആർ ഡി ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എച്ച് ഐ മാത്രമാണ് ഇവിടെ മാത്രമുള്ളൊരു ടേം എന്ന് പറയുന്നത്. വേറെ എവിടെയും എന്തില്ല? എച്ച് ഐ ഇല്ല. അപ്പോൾ എന്തായാലും ഷുവറായിട്ട് എന്താണ്? ഇസിൻ്റെ കോഡ് എച്ച് ഐ ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, what is the code of boring feel as per the given code language? boring എവിടെയൊക്കെ വരുന്നുണ്ട്? ഇവിടെ ബോറിംഗ് വരുന്നുണ്ട്, ഇവിടെ ബോറിംഗ് വരുന്നുണ്ട്, ഇവിടെ ബോറിംഗ് വരുന്നുണ്ട്. അപ്പോൾ 3 കോമൺ ആയിട്ടുള്ള ടേം ഏതാണ് നോക്കുക, കോഡ് ഏതാണ് നോക്കുക. 3 ഈ സെൻറ്റൻസിലും അതേപോലെ ഈ ലാസ്റ്റ് സെൻറ്റൻസിലും കോമൺ ആയിട്ടുള്ളത് ഏതാണ് നോക്കുക. എം എൻ കോമൺ ആണോ 3 അല്ല. എച്ച് എൻ കോമൺ ആണോ? അല്ല. ആർ ഡി കോമൺ ആണോ? അതെ. അപ്പോൾ ആർ ഡി കണ്ടോ, ആർ ഡി. അപ്പോൾ ഈ ആർ ഡി എന്താണ്? 3 കോമൺ ആണ്. അപ്പോൾ ആർ ഡി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി? ബോറിംഗ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫീൽ ആണ്. ഫീൽ എവിടേക്കാണ് ഉള്ളത്? ഈ രണ്ട് സെൻറ്റൻസിൽ പീപ്പിൾ ഫീൽ ബോറിംഗ് സമ്മർ. ഈ ഉണ്ട്, ഇവിടെയും ഫീൽ ഉണ്ട്, ഇവിടെയും ഫീൽ ഉണ്ട്. അപ്പോൾ ഈ 2 മാത്രം കോമൺ ആയിട്ടുള്ളത് ഏതാണ്? എം എൻ ആണോ? അല്ല. ആർ ഡി ആണോ? അല്ല. ബി എക്സ് ആണോ? അല്ല. എ സെറ്റ് ആണ്. ഓക്കെ, എ സെറ്റ് ആണ് ഇവിടെ മാത്രം. ഇവിടെ ഈ 2 കോമൺ ആയിട്ടുള്ളത്, ഈ 2 സെൻറ്റൻസിൽ കോമൺ ആയിട്ടുള്ളത് എ സെറ്റ് ആണ്. ഈ 2 എ സെറ്റ് ഇല്ല. അപ്പോൾ എന്താണ്? എ സെറ്റ് ആണ് ഫീൽഡ് കോഡ്. സോ ആർ ഡി എ സെറ്റ് ആണ് ആൻസർ. ഓപ്ഷൻ എ. നെക്സ്റ്റ് 41st question. The code of എച്ച് എൻ എ സെറ്റ് നമ്മൾ ഓൾറെഡി കിട്ടി. എന്താണ്? ഫീൽ ആണ് അല്ലേ? സോ എച്ച് എൻ എന്താണ് നോക്കാം. എച്ച് എൻ ഇതാ ഇവിടെ ഉണ്ട്, പിന്നെ എവിടെയുള്ളത്? അവിടെ മാത്രമുള്ളൂ. അപ്പോൾ അവിടെ മാത്രമുള്ള കോഡ് ഏതാണ്? സമ്മർ സീസൺ, സീസൺ, പിന്നെ വിൻ്റർ ആണ്, ഈസ് ബോർ. അപ്പോൾ എന്താണ്? സീസൺ ആണ്. എച്ച് എൻ്റെ കോഡ് സീസൺ ആണ്. സോ സീസൺ ഫീൽ ആണ് ആൻസർ. സീസൺ ഫീൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ കോഡ് ഓഫ് പീപ്പിൾ ആസ് പെർ ദി ഗിവൺ കോഡ് ലാംഗ്വേജ്? ഇപ്പോൾ പീപ്പിളുടെ കോഡ് ലാംഗ്വേജ് എന്താണെന്നാണ്. സോ പീപ്പിൾ എവിടെയൊക്കെ ഉണ്ട്? ഇവിടെ ഉണ്ട് പീപ്പിൾ. ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ മാത്രമുള്ള കോഡ് ഏതാണ് നോക്കുക. സമ്മർ ആണെങ്കിൽ 1st 3rd ഉണ്ട്.
ഓക്കെ, അപ്പം എം എൻ അല്ല എന്ന് മനസ്സിലായി. എം എൻ എവിടെയൊക്കെ ഉള്ളതാണ് അല്ലേ. പിന്നെ ഇവിടെയുണ്ട് എം എൻ, കണ്ട ആർ ഡി. അപ്പോൾ ആർ ഡിയും ഇവിടെ അല്ല. പിന്നെ എ സെറ്റും എന്താണ്, ഫീലാണ്. സോ ബി എക്സ് ഇസ് ദ ആൻസർ. ഓക്കെ, ഓക്കെ, ബി എക്സ് ഇസ് ദ ആൻസർ. സോ നെക്സ്റ്റ് വൺ ഒരു പസിലാണ്. There are 7 people P Q R S T U V. ഓക്കെ, 7 ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ അവരുടെ ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് പി ക്യു ആർ എസ് ടി യു വി. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് വായിച്ചിട്ട് പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ 7 പീപ്പിളാണ്. അവർ ഡിഫറെൻറ്റ് കൺട്രീസിലാണ്. 3 കൺട്രീസ് തന്നിട്ടുണ്ട്, ഹോങ്കോങ്, ബ്രസീൽ ആൻഡ് അർജൻറ്റീന. അപ്പോൾ ഇങ്ങനെ 3 കൺട്രീസ് തന്നിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കളേഴ്സ്, റെഡ്, പർപ്പിൾ, ഗ്രേ, ബ്ലൂ, ഗ്രീൻ, ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ആണ്. മിനിമം 2 പീപ്പിൾ വിസിറ്റ് ടു ഈച്ച് കൺട്രി. അതായത് മിനിമം എത്ര പീപ്പിളാണ് ഓരോ കൺട്രിയിൽ വിസിറ്റ് ചെയ്യുന്നത്? മിനിമം 2 ആൾക്കാർ വിസിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, മിനിമം എത്രയാണ്? 2 ആണ്. പക്ഷേ 2-ൽ കൂടുതൽ ഒരാൾക്ക് വിസിറ്റ് ചെയ്യാം. ഓക്കെ, സോ ക്യൂ ലൈക്സ് റെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ക്യൂ ലൈക്സ് റെഡ്. ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്? ക്യൂ ലൈക്സ് റെഡ് ബട്ട് ഡസ് നോട്ട് വിസിറ്റ് ബ്രസീൽ എന്നാണ്. അപ്പോൾ റെഡ് നമ്മളിവിടെ കൊടുത്തു, ക്യൂ ലൈക്സ് റെഡ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സൈഡിൽ ഈ കളേഴ്സ് വേണമെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ റെഡ് ക്യാൻസലായി. അങ്ങനെ നമുക്ക് ജസ്റ്റ് സൈഡിൽ ജസ്റ്റ് അതിനെ ഇത് മാത്രം ആർ പി അങ്ങനെ മാത്രം വേണ്ടിയിട്ട്, റെഡ് എന്നൊന്നും എഴുതണ്ട, ജസ്റ്റ് ആർ പി ജി ബി അങ്ങനെ കൊടുക്കാം. ഓക്കെ, സോ റെഡ് എന്ത് ചെയ്തു, ക്യാൻസലായി. ക്യൂ ലൈക്സ് റെഡ് ബട്ട് ഡസ് നോട്ട് വിസിറ്റ് ബ്രസീൽ. അപ്പോൾ ക്യൂ ഒരിക്കലും എന്തല്ല, ബ്രസീൽ അല്ല. അപ്പോൾ എന്താവാം, ഒന്നെങ്കിൽ ഹോങ്കോങ് ആവാം അല്ലെങ്കിൽ അർജൻറ്റീന ആവാം. ഓക്കെ, ഇനി ഓൺലി 2 പീപ്പിൾ വിസിറ്റ് ഹോങ്കോങ്. ഹോങ്കോങ്ങിലേക്ക് എത്ര ആൾക്കാരാണ്? 2 ആൾക്കാർ മാത്രമേ വിസിറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ബാക്കി ആൾക്കാരൊക്കെ ബ്രസീലും അർജൻറ്റീനയാണ്. അപ്പോൾ ഓൺലി 2 പീപ്പിളാണ് ഹോങ്കോങ് വിസിറ്റ് ചെയ്യുന്നത്. മിനിമം ആണല്ലോ 2, അത് 2 ആൾക്കാർ മാത്രം ഹോങ്കോങ്ങിൽ വിസിറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ടി വിസിറ്റ്സ് അർജൻറ്റീന. ടി വിസിറ്റ്സ് അർജൻറ്റീന ആൻഡ് ലൈക്സ് ബ്ലാക്ക് കളർ. ആൻഡ് ലൈക്സ് ബ്ലാക്ക് കളർ. അപ്പോൾ ടി എവിടെയാണ്? ഇവിടെയാണ്. ടിക്ക് ഏത് കളറാണ് ഇഷ്ടം? ബ്ലാക്ക് ആണ് ഇഷ്ടം. അർജൻറ്റീനയാണ്. ഓക്കെ, സോ ബ്ലാക്ക് നമുക്ക് ജസ്റ്റ് ക്യാൻസൽ ചെയ്യാം. ഇനി നെക്സ്റ്റ്, എസ് വിസിറ്റ് ദ സെയിം സിറ്റി ആസ് ടി. എസ് വിസിറ്റ് ദ സെയിം സിറ്റി ആസ് ടി. അപ്പോൾ എസും ടിയും സെയിം സിറ്റിയാണ് വിസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എസ് ഏതാണ്? അർജൻറ്റീന തന്നെയാണ്. ഓക്കെ, ബട്ട് ഡസ് നോട്ട് ലൈക്ക് ബ്ലൂ കളർ. ബ്ലൂ കളർ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. ആർക്ക്? എസ്സിന്. പക്ഷേ ഇതാ ഇവിടെ ലാസ്റ്റ് സെൻറ്റൻസിലും പറയുന്നുണ്ട് എസ് ലൈക്സ് ഓറഞ്ച് കളർ എന്ന്. ഓക്കെ, അപ്പോൾ എസ് ലൈക്സ് ഓറഞ്ച് കളർ എന്ന് പറയുന്നുണ്ട്. അതാണ് പെട്ടെന്ന് സ്പീഡിലൊന്ന് കണ്ണോടിച്ച് വായിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഓറഞ്ച് നമുക്ക് ജസ്റ്റ് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് വേറെ ആൾക്ക് ഉണ്ടാവില്ലല്ലോ ആ കളർ ഇഷ്ടമുള്ളത്. സോ പി ആൻഡ് യു വിസിറ്റ് ദ സെയിം സിറ്റി. അതേപോലെ പിയും യുവും എന്താണ്? സെയിം സിറ്റിയാണ് ഇഷ്ടം, സോറി വിസിറ്റ് ചെയ്തത്. അതായത് പിയും യുവും സെയിം സിറ്റിയാണ് വിസിറ്റ് ചെയ്തത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മിനിമം 2 ആൾക്കാർ ഒരു സിറ്റി വിസിറ്റ് ചെയ്യും. ഓക്കെ, മിനിമം 2 ആൾക്കാർ. അർജൻറ്റീന ഇപ്പോൾ 2 ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അർജൻറ്റീന ഓൾറെഡി 2 വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരാൻ ചാൻസ് ഉള്ളത് ഒന്നെങ്കിൽ ഹോങ്കോങ് അല്ലെങ്കിൽ ബ്രസീൽ അല്ല. അപ്പോൾ ഹോങ്കോങ്, ബ്രസീൽ. അപ്പോൾ നമുക്ക് നോക്കണം ഇതിലേതാണ് 2 പേര് എന്നുള്ളത്. 2 പേര് മാത്രമാണ് ആര്? ഹോങ്കോങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ബാക്കിയുള്ളതൊന്ന് വായിച്ചു നോക്കാം. പി ലൈക്സ് ഗ്രേ കളർ. പി ലൈക്സ് ഗ്രേ കളർ. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്തില്ല, ഗ്രേയും ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്യും. ഇതൊക്കെ സ്പീഡിൽ ചെയ്യണേ. പിന്നെ ആർ ഡസ് നോട്ട് വിസിറ്റ് അർജൻറ്റീന. ആർ എന്തായാലും അർജൻറ്റീന അല്ല. പിന്നെ ആരായിരിക്കും വരിക? നമ്മൾക്കറിയില്ല. ഒന്നെങ്കിൽ ഹോങ്കോങ് ആവാം അല്ലെങ്കിൽ ബ്രസീൽ ആവാം അല്ലേ. ഇനി ആൻഡ് ലൈക്സ് പേർപ്പിൾ കളർ. വി ഡസ് നോട്ട് വിസിറ്റ് ബ്രസീൽ. വി എന്തേല ബ്രസീൽ ഇഷ്ടമല്ല. അപ്പോൾ ഒന്നെങ്കിൽ ഹോങ്കോങ് ആണ് അല്ലെങ്കിൽ അർജൻറ്റീനയാണ്.
ദ വൺ ഹൂ ലൈക്സ് ഗ്രീൻ വിസിറ്റ് അർജൻറ്റീന. ഇതാണ് മെയിൻ പോയിന്റ്. ദ വൺ ഹൂ ലൈക്സ് ഗ്രീൻ വിസിറ്റ് അർജൻറ്റീന. അപ്പോൾ അർജൻറ്റീന ഒന്ന് എസും ടിയും ആണ്, അതായത് ഓറഞ്ചും ബ്ലാക്കും ഇഷ്ടമുള്ള എസും ടി ആണ് അർജൻറ്റീന. ഇനി അടുത്ത ആളെന്ന് പറയുന്നത് ഗ്രീൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ചാൻസ് ഇല്ലല്ലോ, ഇവിടെ ഒരിക്കലും എന്താവില്ല, അർജൻറ്റീന ആവില്ല. കാരണം ഗ്രീൻ ഇഷ്ടമുള്ള ആൾക്കാണ് അർജൻറ്റീന. പിന്നെ ഇവിടെയാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഹോങ്കോങ് ആണെന്ന് മനസ്സിലായി. ഇവിടെ എന്താണ്, ഹോങ്കോങ് ആണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടി, ഹോങ്കോങ് ആണെന്ന്. പിന്നെ ഇവിടെ ഉള്ളത് ഹോങ്കോങ് ഓർ ബ്രസീലാണ്. പിന്നെ ഈ രണ്ടെണ്ണമാണ്. ഈ രണ്ടെണ്ണം സെയിം സിറ്റിയാണ്. ഓക്കെ, ഈ രണ്ടെണ്ണം സെയിം സിറ്റി ഇഷ്ടമുള്ളവരാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹോങ്കോങ് എന്ന് പറയുന്നത് 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഹോങ്കോങ് 2 ആൾക്കാർ മാത്രമേ ഹോങ്കോങ് വിസിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതെന്തായാലും ഹോങ്കോങ് ആണെന്ന് ഉറപ്പിച്ചു. മനസ്സിലായി? ക്യൂ മാറും ഹോങ്കോങ് ആണ്. കാരണം എന്താ വെച്ചാൽ ക്യൂ ഹോങ്കോങ്ങും പിന്നെ യുവും പിയും അങ്ങനെ 3 എണ്ണം ഹോങ്കോങ് വരില്ല. അപ്പോൾ യുവും പിയും ആരാന്ന് മനസ്സിലായി? ബ്രസീലാന്ന് മനസ്സിലായി. മനസ്സിലാവുന്നുണ്ടോ? ഇത് ബ്രസീലാണ്, അതേപോലെ യുവും ബ്രസീലാണ്, മനസ്സിലായി. സോ ക്യൂ ഗ്രേ ബ്രസീൽ, ക്യൂ റെഡ് ഹോങ്കോങ്, ആർ പേർപ്പിൾ ഹോങ്കോങ് കിട്ടി, എസ് ഓറഞ്ച് അർജൻറ്റീന, ടി ബ്ലാക്ക് അർജൻറ്റീന, യു കളർ ഏതാ അറിയില്ല ബ്രസീലാണ്, വി എന്താണ് അപ്പം എന്തായാലും അർജൻറ്റീന ആയിരിക്കും. കാരണം ഹോങ്കോങ് ഓൾറെഡി പ്ലേസ്ഡ് ആണ്. സോ വി അർജൻറ്റീന ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കളർ ഏതായിരിക്കും? ഗ്രീൻ ആയിരിക്കും. ദ വൺ ഹു ലൈക്സ് ഗ്രീൻ വിസിറ്റ് അർജൻറ്റീന. പിന്നെ ഏത് കളറാണ് ബാക്കിയുള്ളത്? കണ്ടോ, ഗ്രീനും പോയി. പിന്നെ ഏതാ ബാക്കിയുള്ളത്? ബ്ലൂ ആണ് ബാക്കിയുള്ളത്. അപ്പോൾ യു ആരാണ്? ബ്ലൂ ബ്രസീലാണ്. ബ്ലൂ ബ്രസീൽ. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഫൈനൽ. ഓക്കെ, സോ വിച്ച് കളർ ഇസ് ലൈക്ഡ് ബൈ പി? പിക്ക് ഇഷ്ടം ഏതാണ്? ഗ്രേ ആണ്. ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, വിച്ച് കളർ ഇസ് ലൈക്ഡ് ബൈ ദ വൺ ഹു ഗോസ് ടു ബ്രസീൽ? ബ്രസീലിൽ പോകുന്ന ആൾക്ക് ഏതാണ്? ഇതിനകത്ത് ബ്രസീലിൽ പോകുന്ന ആരാണ്? പിയും യു ആണ്. അപ്പോൾ ഇതിനകത്ത് വിച്ച് കളർ ഇസ് ലൈക്ഡ് ബൈ ദ വൺ ഹു ഗോസ് ടു ബ്രസീൽ? നോക്കാം, പി ഗ്രേ ആണ്, യു ബ്ലൂ ആണ്. അപ്പോൾ അതിനകത്ത് ഇവിടെ ഏതാ കൊടുത്ത? ഗ്രേ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഏതാ ഓപ്ഷൻ? ഡി ആണ്. ഓക്കെ, വിച്ച് കളർ ഇസ് ലൈക്ഡ് ബൈ ദ വൺ ഹു ഗോസ് ടു അർജൻറ്റീന? വിച്ച് കളർ ഇസ് ലൈക്ഡ് ബൈ ദ വൺ ഹു ഗോസ് ടു അർജൻറ്റീന? ഒരാൾക്ക് ഗ്രീൻ ഇഷ്ടമാണ്, പിന്നെ ബാക്കിയുള്ള ആൾ അർജൻറ്റീന ഓറഞ്ചും ബ്ലാക്കും ആണ്. ഓക്കെ, ഓറഞ്ചും ബ്ലാക്കും ആണ്. അപ്പോൾ ഇതിനകത്ത് ഓറഞ്ച് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. സോ നെക്സ്റ്റ് വൺ, വിച്ച് കളർ ഇസ് ലൈക്ഡ് ബൈ യു? വിച്ച് കളർ ഇസ് ലൈക്ഡ് ബൈ യു? ഏതാണ്? ബ്ലൂ ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. യു ഗോസ് ടു വിച്ച് കൺട്രി ആൻഡ് വി ലൈക്ക് വിച്ച് കളർ? യു ഗോസ് ടു വിച്ച് കൺട്രി? യു ഏതാണ്? ബ്ലൂ ആൻഡ് ബ്രസീൽ ആണ്. ബ്ലൂ ആൻഡ് ബ്രസീൽ. ഓപ്ഷൻ സി, യു ആൻഡ് ബ്രസീൽ. ബ്രസീൽ ബ്ലൂ. Okay, next one, ranking ആണ്. 5 persons A, B, C, D, E are of different heights and they like different colors, that is blue, yellow, pink, red and green. No two people are of similar heights and do not like same color. Okay, അപ്പോൾ നമുക്ക് ഈ റാങ്കിങ്ങിൽ ഇവിടെയും എന്താണ് എന്തെങ്കിലും ഒരു ഹിൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ഈ നോക്ക്, ബി ഈസ് ഷോർട്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റാങ്കിങ്ങിൽ എത്ര ആൾക്കാരാണ്? 5 ആൾക്കാരാണ്. 1, 2, 3, 4, 5. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഏറ്റവും വലിയ നമ്പർ അല്ലെങ്കിൽ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ആളിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് വെക്കാം, ഗ്രേറ്റർ ആയിട്ട് വെക്കാം. ഗ്രേറ്റോ. അപ്പോൾ ഇവിടെ ആയിരിക്കും ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ആൾ. ഷോർട്ടസ്റ്റ് ആരാണ്? ബി ആണ്. ഓക്കെ, സോ ബി ഈസ് ഷോർട്ടസ്റ്റ് ആണ്. പിന്നെ പറയുന്നത് ഡി ഈസ് ടോളർ ദാൻ സി ആൻഡ് എ എന്ന് പറയുന്നുണ്ട്. ഡി ഈസ് ടോളർ ദാൻ സി ആൻഡ് എ, അതായത് ഡി ഈസ് ഗ്രേറ്റർ ദാൻ സി ആൻഡ് എ. ഓക്കെ, സി ബാർ എ എന്നിടുക. കാരണം നമുക്ക് സിൻ്റെയും എനേക്കാളും വലുതാണ്. ഓക്കെ, തൊട്ട് വലുതാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഡി എന്ന് പറഞ്ഞാൽ സീനിയും എനേക്കാളും ടോളറാണ്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഓൺലി 3 persons, അതാണ് നെക്സ്റ്റ് ഹിൻറ്റ് എന്ന് പറയുന്നത്. ഇതിലെ മെയിൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓൺലി 3 persons ആർ ഷോർട്ടർ ദാൻ സി. ഓൺലി 3 persons ആർ ഷോർട്ടർ ദാൻ സി. അതായത് സീനേക്കാളും ചെറുതായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്ന ആകെ 3 ആൾക്കാരേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 1, 2, 3 ഇതാണ് സി. ഓക്കെ, സോ സി ഈസ് ഗ്രേറ്റർ ദാൻ ഇവിടെ 1, പിന്നെ ഇവിടെ 2, പിന്നെ ഇവിടെ 3, ബി. ഓക്കെ, സോ ദ വൺ ഹു ലൈക്ക് യെല്ലോ ഇസ് നോട്ട് ദ ടോളസ്റ്റ്. അപ്പോൾ ഈ ടോളസ്റ്റ് ആയിട്ടുള്ള ആൾക്ക് എന്ത് ഇഷ്ടമല്ല?
യെല്ലോ ഇഷ്ടമല്ല. അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. യെല്ലോ എന്നിട്ട് ക്രോസ് ചെയ്ത് വെക്കുക. ദ വൺ ഹു ലൈക്സ് യെല്ലോ ഈസ് ടോളർ ദാൻ ദ വൺ ഹു ലൈക്സ് റെഡ് ആണ്. സോ യെല്ലോ ഈസ് ടോളർ ദാൻ റെഡ് ആണെന്ന് കിട്ടി. യെല്ലോ ഈസ് ടോളർ ദാൻ റെഡ്. യെല്ലോ ഇഷ്ടമുള്ള ഒരാളുണ്ടല്ലോ, ഹീസ് ടോളർ ദാൻ റെഡ് ആണ്. ഓക്കെ, ദ വൺ ഹു ലൈക്സ് ഗ്രീൻ ഈസ് ജസ്റ്റ് ഷോർട്ടർ ദാൻ ദ വൺ ഹു ലൈക്സ് റെഡ്. സോ യെല്ലോ ഈസ് ഗ്രേറ്റർ ദാൻ റെഡ് ആണ്, പക്ഷെ ജസ്റ്റ് ടോളർ എന്നൊന്നുമല്ല പറഞ്ഞത്. ജസ്റ്റ് യെല്ലോ റെഡിനെക്കാളും വലുതാണ്. തൊട്ട് വലുതാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. യെല്ലോ റെഡിനെക്കാളും വലുതാണ്. പക്ഷെ നെക്സ്റ്റ് സെൻറ്റൻസ് പറയുന്നത് ദ വൺ ഹു ലൈക്സ് ഗ്രീൻ ഈസ് ജസ്റ്റ് ഷോർട്ടർ ദാൻ, അതായത് ജസ്റ്റ് ഷോർട്ടർ ആണ്. ഓക്കെ, റെഡിനെക്കാളും ജസ്റ്റ് ഷോർട്ടർ ദാൻ ഹു ലൈക്സ് റെഡ്, ആര്? ഗ്രീന്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടാളും എന്താണ്? അഡ്ജസൻ്റ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, റെഡും ഗ്രീനും അഡ്ജസൻ്റ് ആണ്. കാരണം ദ വൺ ഹു ലൈക്സ് ഗ്രീൻ ഇസ് ജസ്റ്റ് ഷോർട്ടർ ദാൻ ദ വൺ ഹു ലൈക്സ് റെഡ് ആണ്. വൺ പേഴ്സൺ ഹാവ് എ ഹൈറ്റ് ബിറ്റ്വീൻ ഡി ആൻഡ് ഹു ലൈക്സ് പിങ്ക്. അപ്പോൾ ഡിക്കും പിങ്കിനും ഇൻ ബിറ്റ്വീനിൽ ഒരാളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിക്കാണെങ്കിൽ റെഡും ഇഷ്ടമല്ല പിങ്കും ഇഷ്ടമല്ല. ബിക്ക് റെഡും ഇഷ്ടമല്ല, അതേപോലെ പിങ്കും ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ അവിടെ പിങ്കും വരില്ല റെഡും വരില്ല എന്ന് മനസ്സിലായി. ഓക്കെ, പിന്നെ ഇവിടെ യെല്ലോ വരില്ല. അപ്പോൾ ഇവിടെ നമ്മൾ യെല്ലോ ഇട്ട് കൊടുത്ത് നോക്കുക. സിയിൽ നമ്മൾ യെല്ലോ ഇട്ട് കൊടുത്ത് നോക്കുകയാണെങ്കിൽ, ബിക്കോസ് ഇവിടെ യെല്ലോ വരില്ലല്ലോ. അപ്പോൾ സിയിൽ യെല്ലോ വരികയാണെങ്കിൽ ഇവിടെ റെഡ് വരാം, ഗ്രീൻ വരാം, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കണം. ഫസ്റ്റ് വൺ, ബി ഡസ് നോട്ട് ലൈക്ക് റെഡ് ഓർ പിങ്ക് ആണ്. ബി ഈസ് ഷോർട്ടസ്റ്റ് ആണ്. പിന്നെ ഓൺലി 3 persons. ദ വൺ ഹു ലൈക്സ് യെല്ലോ ഈസ് നോട്ട് ദ ടോളസ്റ്റ്. The one who likes yellow is taller than the one who likes red. So yellow should be greater than red തന്നെയാണ്. The one who likes green is just shorter than the one who likes red. So the one who likes green is just shorter ആണ്. അപ്പം യെല്ലോ കഴിഞ്ഞിട്ട് റെഡ് കഴിഞ്ഞിട്ട് ഗ്രീൻ, അങ്ങനെയാണ്. പക്ഷെ ഇവിടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് വൺ പേഴ്സൺ ഹാവ് എ ഹൈറ്റ് ഇൻ ബിറ്റ്വീൻ ഡി ആൻഡ് ദ വൺ ഹു ലൈക്സ് പിങ്ക് എന്നാണ്. അപ്പോൾ ഡി എവിടെയാണ് വരിക? ഇവിടെ എന്തായാലും പിങ്ക് വരില്ല. അപ്പോൾ ഇതാണ് പിങ്ക് വരാനുള്ള ചാൻസ്. ഓക്കെ, ഇതാണ് പിങ്ക് വരാനുള്ള ചാൻസ് ആണോ? അല്ല, കാരണം ഡിയും പിങ്കും തമ്മിൽ ഇൻ ബിറ്റ്വീൻ ഒരാളാണ്. അപ്പോൾ ഇതാണ് പിങ്ക്. അപ്പോൾ ഇതേതാണ്? ഡി ആണ്. ഏറ്റവും ടോളസ്റ്റ് ഡി ആണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരാളാണ്, സി ആണ്. അപ്പോൾ ഡിയും പിങ്കും ഇൻ ബിറ്റ്വീൻ ഒരാളാണ്. അപ്പം യെല്ലോ ഈസ് ഗ്രേറ്റർ ദാൻ പിങ്ക് ആയിക്കോട്ടെ, പിങ്ക് ഈസ് ഗ്രേറ്റർ ദാൻ റെഡ് ഇവിടെ കൊടുക്കാം. ഓക്കെ, റെഡ് ആൻഡ് റെഡ് ഈസ് ഗ്രേറ്റർ ദാൻ ജസ്റ്റ് ഗ്രീൻ. ഓക്കെ, ജസ്റ്റ് ഗ്രേറ്റർ. ഓക്കെ, ജസ്റ്റ് ഗ്രേറ്റർ ദാൻ ഗ്രീൻ. അപ്പോൾ കറക്റ്റായി. പിന്നെ ഇതിൽ ഇത് മാത്രമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡി, സി, പിന്നെ ആരാണ്? ഓക്കെ, ഡി ഈസ് ഗ്രേറ്റർ ദാൻ സി ആൻഡ് എ എന്നാണ്. അപ്പോൾ ഡി ഈസ് ഗ്രേറ്റർ ദാൻ സി കിട്ടി. പിന്നെ എ ഇവിടെ നമ്മൾക്ക് അറിയില്ല. ഇതിൽ ഏതിലാണ് എ പ്ലേസ് ചെയ്യേണ്ടതെന്ന് എക്സാക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ എ ആവാം, പിങ്കിൻ്റെ അടുത്ത് എ ആവാം, അല്ലെങ്കിൽ റെഡിൻ്റെ അടുത്ത് എ ആവാം, അല്ലേ? അതേപോലെ തന്നെ എ കഴിഞ്ഞ് പിന്നെ ബാക്കി ആരാണ്? ഇ ആണ്. സോ എ ബാർ ഇ ആണ്. ഓക്കെ, പിങ്ക് ഒന്നെങ്കിൽ എ ആവാം, ഇ ആവാം, റെഡ് അല്ലെങ്കിൽ എ ആവാം, ഇ ആവാം. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. സോ ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് ജസ്റ്റ് ഷോർട്ടർ ദാൻ സി? സിനെക്കാളും ജസ്റ്റ് ഷോർട്ടർ ആരാണ്? ഐദർ എ ഓർ ബി, ദാറ്റ് ഇസ് എ, ഇ. ഐദർ എ ഓർ ബി ഈസ് ദി ആൻസർ. വിച്ച് കളർ ഇസ് ലൈക്ഡ് ബൈ ബി? ലൈക്ഡ് ബൈ ഡി. ഡിക്ക് ഏത് കളറാണ് ഇഷ്ടം? ബാക്കിയുള്ള കളർ ഏതാണ്? ബ്ലൂ ആണ്, അല്ലേ? സോ ബ്ലൂ ഈസ് ദി ആൻസർ. യെല്ലോ, പിങ്ക്, റെഡ്, ഗ്രീൻ വന്നു. ബാക്കി ആരാണ്? ബ്ലൂ ആണ്. സോ ബ്ലൂ ഈസ് ദി ആൻസർ. ഓപ്ഷൻ സി. ഹു എമംഗ് ദ ഫോളോയിങ് ലൈക്സ് ഗ്രീൻ കളർ? ഗ്രീൻ കളർ ആർക്കാണ് ഇഷ്ടം? ബി ആണ്. ബിക്കാണ് ഗ്രീൻ കളർ ഇഷ്ടം. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇപ്പം എന്തെങ്കിലും എന്താണ് ഐ ഡി ബി ഐന് പ്രിപ്പയർ ചെയ്യുന്ന എക്സിക്യൂട്ടീവിനും അതേപോലെ അസിസ്റ്റൻറ്റ് മാനേജറിനും എത്ര പേര് ആരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക? അതിനനുസരിച്ച് നമുക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ, സോ ഐ ഡി ബി ഐന് പ്രിപ്പയർ ചെയ്യുന്നവർ എന്ത് ക്ലാസ്സാണ് വേണ്ടത്? ഇപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിലും നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണ് നിങ്ങൾക്ക് വേണ്ടത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണോ, അതോ ജസ്റ്റ് മോക്കാണോ, അതോ എന്താണ് ബിഗിനേഴ്സിന് എന്തെങ്കിലും ക്ലാസ്സസ് ഡൗട്ട്സ് ഉള്ളവർ അങ്ങനത്തെ ക്ലാസ് ആണോ? എന്താ വേണ്ടതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? സജസ്റ്റ് ചെയ്യുക കമൻറ്റിൽ.
ഓക്കെ, സോ നമ്മൾക്ക് നാളെ കാണാം IDBI എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ട്. സോ നമുക്ക് നാളെ കാണാം. സോ ടിൽ ദെൻ ദിസ് ഇസ് ദീപ്തി സൈനിങ് ഓഫ് ഫ്രം CWJ മലയാളം ചാനൽ. ബൈ.